പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ വേൾഡ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും ഡിസ്കസ് ചെയ്യുന്നതാണ്. ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷനും അതുപോലെ തന്നെ മെയിൻ എക്സാമിനേഷനും എല്ലാം പ്രയോജനം ചെയ്യുന്നൊരു ടോപ്പിക്കാണ്. അതുകൊണ്ട് നന്നായിട്ട് കേട്ടിക്കണ്ട് മനസ്സിലാക്കുക. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ലോങ് മാർച്ച് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കും? നിങ്ങൾക്ക് അത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യകതയൊന്നും ഇല്ല, നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ്. ലോങ് മാർച്ച് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ലോങ് മാർച്ച് ചൈനീസ് വിപ്ലവത്തെ കുറിച്ച് പഠിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ലോങ് മാർച്ച് ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ലോങ് മാർച്ച് എന്ന് പറയുന്നത്, അല്ലേ? ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ലോങ് മാർച്ച്. തെറ്റത്തിലല്ലോ, ഓക്കെ അല്ലേ? ലോങ് മാർച്ച് നടത്തിയത് ആരൊക്കെയാണെന്ന്, അല്ലെ ആരാണ് നടത്തിയെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന വസ്തുതയാണ്. അപ്പോൾ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമേ? നമുക്കറിയാം, 20-ാം നൂറ്റാണ്ടിൽ ചൈനയുടെ രാഷ്ട്രീയ സാമൂഹിക ഭൂപടം മാറ്റിവരിച്ച വിപ്ലവങ്ങളെയാണ് പൊതുവെ ചൈനീസ് വിപ്ലവം എന്ന് അറിയപ്പെടുന്നത്, അല്ലേ? 20-ാം നൂറ്റാണ്ടിൽ ചൈനയുടെ രാഷ്ട്രീയ സാമൂഹിക ഭൂപടം മാറ്റിവരിച്ച വിപ്ലവങ്ങളെയാണ് എന്തറിയപ്പെടുന്നത്? പൊതുവെ ചൈനീസ് വിപ്ലവം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? പിന്നീട് എന്താണ് നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാനായിട്ടുള്ളത്? 1911 വിപ്ലവം അറിഞ്ഞിരിക്കണം. സിൻഹായ് വിപ്ലവം എന്നറിയപ്പെടുന്ന ചൈനയിലെ അവസാനത്തെ രാജവംശ, ആ രാജവംശത്തെ മഞ്ചു എന്നും അതുപോലെ ഖിങ് എന്നും അറിയാം. ഖിങ് അഥവാ മഞ്ചു വംശത്തിന്റെ ഭരണത്തിന് അന്ത്യം കുറിച്ച വിപ്ലവമാണ് 1911 വിപ്ലവമായ സിൻഹായ് വിപ്ലവം. മഞ്ചു അല്ലെങ്കിൽ കിങ് രാജവംശത്തിന്റെ, ചൈനയിലെ അവസാനത്തെ രാജവംശമായിരുന്നു കിങ് അഥവാ മാഞ്ചു രാജവംശം. അതിന്റെ അന്ത്യം കുറിച്ച വിപ്ലവമാണ് ഈ സിൻഹായ് വിപ്ലവം അഥവാ 1911 വിപ്ലവം. ഡോക്ടർ സൺ യാറ്റ് സെന്നിന്റെ നേതൃത്വത്തിലാണ് ഈ പോരാട്ടം നടന്നത്, സിൻഹായ് വിപ്ലവം. ഇങ്ങനെയാണ് ചൈന എന്ത് ചെയ്ത് ഒരു റിപ്പബ്ലിക്കായി മാറിയത്. ഓർത്തിരിക്കണം, രണ്ട് ക്വസ്റ്റ്യൻ. ചൈന ജനകീയ റിപ്പബ്ലിക് ആയത് പിന്നീടാണ്. അപ്പോൾ ചൈന ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുന്നതിലേക്ക് നയിച്ചതാണ് 1911 സിൻഹായ് വിപ്ലവം, അതറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് വിപ്ലവമാണ് 1949. 1927 മുതൽ 1949 വരെ നീണ്ടുനിന്ന ആഭ്യന്തര യുദ്ധത്തിനൊടുവിലാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ത് ചെയ്ത് അധികാരം പിടിച്ചെടുക്കുന്നത്. ഇതിനെയാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് വിപ്ലവം എന്ന്. അപ്പോൾ ഇതിന്റെ നേതാവ് ആരായിരുന്നേ? മറ്റേ സൺ യാറ്റ് സെൻ എന്നറിയാം. ഏതാ? 1911 വിപ്ലവത്തിന്റെ. എന്നാൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിന്റെ നേതാവ് ആരാണ്? മാവോ സേ തൂങ് ആണ്. മാവോ സേ തൂങ് ആണ്. അപ്പോൾ ഈ മാവോ സേ തൂങ് ആണ് ഇവിടെ ലോങ് മാർച്ച് നടത്തി. ഇവിടെ ലോങ് മാർച്ച് ചെയ്ത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചല്ലേ? അപ്പോൾ ഓർത്തിരിക്കണം, ഈ മാവോ സേ തൂങ്ങിന്റെ എതിരാളി ആരായിരുന്നു? ചിയാങ് കൈഷക് ആയിരുന്നു. ഈ ചിയാങ് കൈഷക്കിന്റെ നേതൃത്വത്തിലുള്ള കുവോമിൻതാങ് നാഷണലിസ്റ്റ് പാർട്ടി അഥവാ കുവോമിൻതാങ്. അപ്പോൾ ചിയാങ് കൈഷക് ആയിരുന്നു ആർക്കെതിരാളി? മാവോ സേ തൂങ്ങിന്. 1949 അത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ചൈനീസ് വിപ്ലവം നടന്ന തീയതി ചോദിച്ചിട്ടുണ്ട്. 1949 ഒക്ടോബർ 1 പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന നിലവിൽ വന്നത്. 1949 ഒക്ടോബർ 1 പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന നിലവിൽ വന്നത്. പരാജയപ്പെട്ട നാഷണലിസ്റ്റ് സർക്കാർ എന്ത് ചെയ്ത് തായ്വാനിലേക്ക് പലായനമൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രധാന സംഭവങ്ങൾ, ഒന്ന് ലോങ് മാർച്ച് അറിഞ്ഞിരിക്കണം. നമ്മൾ പറഞ്ഞു, ചിയാങ് കൈഷക്കിന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് മാവോയുടെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് സൈന്യം നടത്തിയ, മാവോ സേ തൂങ്ങിന്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് സൈന്യം നടത്തിയ 6000 മൈൽ ദൈർഘ്യമുള്ള പലായനമാണ് എന്ത്? ലോങ് മാർച്ച് എന്ന് പറയും. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനപ്രീതി വർദ്ധിപ്പിക്കുകയാണുള്ളത്. അതുപോലെ തന്നെ സാംസ്കാരിക വിപ്ലവമുണ്ട് ചൈനയുമായി ബന്ധപ്പെട്ട്. 1966 മാവോ സേ തൂങ് ആരംഭിച്ചൊരു മുന്നേറ്റമാണ് സാംസ്കാരിക വിപ്ലവം. അത് ചൈനയിലെ പഴയ രീതികളെയും മൂല്യങ്ങളെയും മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള ഒന്നായിരുന്നു. ഏത്? സാംസ്കാരിക വിപ്ലവം. മാവോ സേ തൂങ് തന്നെയാണ് 1966 നടത്തിയത്. റഷ്യൻ വിപ്ലവവും ഫ്രഞ്ച് വിപ്ലവവും ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവും ഒക്കെ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്.
കുറച്ചൊന്ന് ഒരു സംക്ഷിപ്ത രൂപത്തിലൊന്ന് മനസ്സിലാക്കാം. റഷ്യൻ വിപ്ലവത്തിലെ 2 പ്രധാന വിപ്ലവങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. ഫെബ്രുവരി വിപ്ലവമുണ്ട്, അതുപോലെ തന്നെ ഒക്ടോബർ വിപ്ലവം ഉണ്ട് അല്ലെ. 1917 റഷ്യയിലെ ഏകാധിപത്യ ഭരണത്തിന് അന്ത്യം കുറിക്കുകയും ലോകത്തിലെ ആദ്യത്തെ സോഷ്യലിസ്റ്റ് രാജ്യത്തിന്റെ രൂപീകരണത്തിന് വഴിതെളിക്കുകയും ചെയ്ത സംഭവ പരമ്പരയാണ് ഇത് റഷ്യൻ വിപ്ലവം. പ്രധാനമായ 2 ഘട്ടങ്ങളാണ് റഷ്യൻ വിപ്ലവത്തിനുള്ളതെന്ന് പറഞ്ഞു. ഒന്ന് ഫെബ്രുവരി വിപ്ലവം, മാർച്ച് 1917. നമ്മുടെ കലണ്ടർ പ്രകാരം മാർച്ച് മാസത്തിലാണ്, റഷ്യൻ കലണ്ടർ പ്രകാരം ഫെബ്രുവരി. അപ്പൊ റഷ്യയിലെ അവസാനത്തെ ചക്രവർത്തിയായിരുന്നു നിക്കോളസ് രണ്ടാമൻ. ഈ നിക്കോളസ് രണ്ടാമന്റെ ഭരണത്തിന് അന്ത്യം കുറിച്ച വിപ്ലവമാണ് ഫെബ്രുവരി വിപ്ലവം, മാർച്ച് 1917. ഇതിന്റെ കാരണം 1-ാം ലോക മഹായുദ്ധത്തിലെ പരാജയങ്ങൾ, കടുത്ത ഭക്ഷ്യക്ഷാമം, ദാരിദ്ര്യം എന്നിവയാണ് ജനങ്ങളെ തെരുവിലിറക്കാനായിട്ട് ഇടയാക്കിയത്, ഫെബ്രുവരി വിപ്ലവത്തിലേക്ക് നയിച്ചത്. അപ്പോൾ സാർ ചക്രവർത്തി സ്ഥാനത്യാഗം ചെയ്യുകയും രാജ്യത്ത് ഒരു താത്കാലിക പ്രൊവിഷണൽ ഗവൺമെന്റ് നിലവിൽ വരികയും ചെയ്തതാണ് ഫെബ്രുവരി വിപ്ലവത്തോടു കൂടി. ഇനി ഒക്ടോബർ വിപ്ലവം, നവംബർ 1917 നടന്ന താത്കാലിക ഭരണകൂടത്തെ അട്ടിമറിച്ച് കമ്മ്യൂണിസ്റ്റുകൾ അധികാരം പിടിച്ചെടുത്ത വിപ്ലവമാണ് ഏതടെ ഒക്ടോബർ വിപ്ലവം, അതായത് നവംബർ 1917 നടന്നത്. ഇതിനെ ബോൾഷെവിക് വിപ്ലവം, ഓർത്തിരിക്കണം. ഒരുപക്ഷെ ബോൾഷെവിക് വിപ്ലവം എന്നും ചോദിക്കാം. ബോൾഷെവിക് വിപ്ലവം എന്ന് പറയുന്നത് ഒക്ടോബർ വിപ്ലവത്തെയാണ്. ഇതിന് നേതൃത്വം നൽകിയത് വ്ളാഡിമിർ ലെനിനാണ് നേതൃത്വം നൽകിയത്. അപ്പോൾ ഈ ഒക്ടോബർ വിപ്ലവത്തിന്റെ പ്രധാന മുദ്രാവാക്യങ്ങൾ: ഭൂമി കർഷകർക്ക്, അധികാരം സോവിയറ്റുകൾക്ക്, സമാധാനം, ഭക്ഷണം, ഭൂമി എന്നിവയൊക്കെ പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളായിരുന്നു ഒക്ടോബർ വിപ്ലവത്തിന്, അതായത് നവംബർ 1917 നടന്നത്. ഇതിന്റെ ഫലം എന്തായിരുന്നു? ലെനിന്റെ നേതൃത്വത്തിൽ ലോകത്തെ ആദ്യത്തെ സോഷ്യലിസ്റ്റ് സർക്കാർ രൂപീകരിക്കപ്പെട്ടു. ഇങ്ങനെയാണ് പിന്നീട് എന്ത് ചെയ്ത് 1922 സോവിയറ്റ് യൂണിയന്റെ USSRന്റെ 91 USSR തകർന്നതെന്നറിയാം. 1922 സോവിയറ്റ് യൂണിയന്റെ രൂപീകരണത്തിലേക്ക് നയിച്ചതാണ് സോവിയറ്റ് യൂണിയന്റെ രൂപീകരണത്തിലേക്ക് നയിച്ചതാണ് ഒക്ടോബർ വിപ്ലവം അല്ലെ. പ്രധാന നേതാക്കൾ നമുക്കറിയാം. ബോൾഷെവിക് പാർട്ടിയുടെ നേതാവും വിപ്ലവത്തിന്റെ മുഖ്യ ആസൂത്രണമായിരുന്നു വ്ളാഡിമിർ ലെനിൻ. അതുപോലെ തന്നെ ലിയോ ട്രോട്സ്കി. റെഡ് ആർമിയുടെ രൂപീകരണത്തിനും വിപ്ലവത്തിനും നിർണായക പങ്കുവഹിച്ച നേതാവാണ് ലിയോൺ ട്രോട്സ്കി. അതും നിങ്ങൾക്കറിയാം. ഓക്കെ അല്ലേ? അപ്പോൾ റഷ്യൻ വിപ്ലവത്തെ കുറിച്ച് കുറച്ച് വിവരങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. എന്നാൽ അത്യാവശ്യ കാര്യങ്ങളാണ് പങ്കുവെച്ചത്. അപ്പോൾ എന്താണ് ഫ്രഞ്ച് വിപ്ലവം? ഫ്രഞ്ച് വിപ്ലവം എന്താണെന്ന് മനസ്സിലാക്കണം. ഫ്രാൻസിലെ രാജവാഴ്ച അവസാനിപ്പിക്കുകയും ആധുനിക ജനാധിപത്യത്തിന് അടിത്തറയിടുകയും ചെയ്ത ചരിത്ര പ്രധാനമായിട്ടുള്ള സംഭവമാണ് ഫ്രഞ്ച് വിപ്ലവം അല്ലെ. ഫ്രാൻസിലെ രാജവാഴ്ച അവസാനിപ്പിക്കുകയും ആധുനിക ജനാധിപത്യത്തിന് അടിത്തറയിടുകയും ചെയ്ത ചരിത്ര പ്രധാനമായ സംഭവമാണ് ഫ്രഞ്ച് വിപ്ലവം. 1789 ആരംഭിച്ച് 1799 നെപ്പോളിയൻ ബോണപ്പാർട്ട് അധികാരം പിടിച്ചെടുക്കുന്നത് വരെ ഏകദേശം 10 വർഷത്തോളം നീണ്ടുനിന്ന വിപ്ലവമായിരുന്നു, പ്രക്ഷോഭമായിരുന്നു ഫ്രഞ്ച് വിപ്ലവം അല്ലെ. 1789 ആരംഭിച്ച് 1799. എന്തായിരുന്നു ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രധാന കാരണങ്ങൾ അറിഞ്ഞിരിക്കണം. സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ ചോദിക്കാം. സാമൂഹിക അസമത്വം. ഫ്രഞ്ച് സമൂഹം 3 എസ്റ്റേറ്റുകളായിട്ട് വിഭജിക്കപ്പെട്ടിരുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. എസ്റ്റേറ്റുകളായിട്ടായിരുന്നു ഫ്രഞ്ച് സമൂഹത്തെ വിഭജിക്കപ്പെട്ടിരുന്നത്. ആദ്യ 2 വിഭാഗങ്ങളായ പുരോഹിതന്മാർക്കും പ്രഭുക്കന്മാർക്കും എല്ലാ ആനുകൂല്യങ്ങളും നികുതി ഇളവുകളും ഒക്കെ ലഭിച്ചപ്പോൾ സാധാരണക്കാരായ 3ാം എസ്റ്റേറ്റുകാർ കടുത്ത നികുതി ഭാരമൊക്കെ ചുമക്കേണ്ടി വന്നു എന്ന് നിങ്ങൾക്കറിയാം. സാമ്പത്തിക പ്രതിസന്ധി, അതായത് യുദ്ധങ്ങളും രാജാവിന്റെ ആഡംബര ജീവിതവും കാരണം ഖജനാവ് ശൂന്യമായിരുന്നു എന്നുള്ളത്. ഒപ്പം കടുത്ത ഭക്ഷ്യക്ഷാമവും വിലക്കയറ്റവും ജനങ്ങളെ പട്ടിണിയിലാക്കി എന്നുള്ളത്. അതുപോലെ തന്നെ ഫ്രഞ്ച് തത്വചിന്തകന്മാരെ കുറിച്ച് നിങ്ങൾക്കറിയാം. വോൾട്ടെയർ, അതായത് ചിന്തകന്മാരുടെ സ്വാധീനം ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട വസ്തുതയാണ്. വോൾട്ടെയർ, റൂസോ, മൊണ്ടസ്ക്യൂ ഇവരുടെ ആശയങ്ങളൊക്കെ ജനങ്ങളിൽ വിപ്ലവ വീര്യം പകർന്നതാണ്.
മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, എന്നാൽ എല്ലായിടത്തും അവൻ ചങ്ങലയിലാണ് എന്ന് റൂസോയുടെ വാക്കുകളാണ്. ഇത് വിപ്ലവത്തിന്റെ ആവേശമായി മാറിയെന്ന് നമുക്കറിയാം. നമുക്ക് ഈ വിപ്ലവത്തിന്റെ നിർണായക സംഭവങ്ങൾ അറിഞ്ഞിരിക്കണം. 1789 മെയ് 5 എസ്റ്റേറ്റ് ജനറൽ സമ്മേളനം. നികുതി വർദ്ധിപ്പിക്കുന്നതിനായി ലൂയി 16 വിളിച്ചു കൂട്ടിയ ഈ സമ്മേളനത്തില് വോട്ടിങ്ങിനെ ചൊല്ലി തർക്കമുണ്ടാവുകയും മൂന്നാം എസ്റ്റേറ്റ് വിട്ടുപോവുകയും ചെയ്തു. അതായത് എസ്റ്റേറ്റ് ജനറൽ സമ്മേളനം 1789 മെയ് 5. അതുപോലെ തന്നെ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. അറിഞ്ഞിരിക്കണം 1789 ജൂൺ 20. തങ്ങൾ ഒരു ഭരണഘടന നിർമ്മിക്കുന്നത് വരെ പിരിഞ്ഞു പോവില്ല എന്ന് മൂന്നാം എസ്റ്റേറ്റിലെ പ്രതിനിധികൾ പ്രതിജ്ഞയെടുത്ത സംഭവമാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ 1789 ജൂൺ 20. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പെട്ടെന്നുണ്ടായ അല്ലെങ്കിൽ തുടക്കം കുറിച്ചത് ഏത് സംഭവമാണ്? ബാസ്റ്റിൽ കോട്ടയുടെ പതനം. നിങ്ങൾക്കറിയാം ബാസ്റ്റിൽ ജയിലിന്റെ പതനം അല്ലെ. 1789 ജൂലൈ 14 രാജഭരണത്തിന്റെ പ്രതീകമായിരുന്നു, ഫ്രഞ്ച് രാജഭരണത്തിന്റെ പ്രതീകമായിരുന്നു ബാസ്റ്റിൽ ജയിൽ. ആ ബാസ്റ്റിൽ ജയിലിൽ ജനങ്ങൾ തകർത്തത് 1789 ജൂലൈ 14 ഈ ദിവസമാണ് എക്സാമിന് ചോദിക്കാറുണ്ട്. ഈ ബാസ്റ്റിൽ കോട്ടയുടെ പതനമാണ്, ആ പതനമായിട്ടുള്ള ദിവസമാണ് ജൂലൈ 14 ഫ്രാൻസിന്റെ ദേശീയ ദിനമായിട്ട് ആചരിക്കുന്നത്. അതുപോലെ തന്നെ 1789 ഓഗസ്റ്റിലെ മനുഷ്യാവകാശ പ്രഖ്യാപനം, എല്ലാവർക്കും തുല്യ അവകാശങ്ങൾ നൽകുന്ന വിഖ്യാതമായ പ്രഖ്യാപനമാണ് 1789 ഓഗസ്റ്റിലെ മനുഷ്യാവകാശ പ്രഖ്യാപനം. അതുപോലെ തന്നെ ഗില്ലറ്റിന് ഉപയോഗിച്ച് 1793 ലൂയി 16 കൊന്നു അല്ലെ വധിച്ചു എന്ന് നമുക്കറിയാം. രാജ്യദ്രോഹ കുറ്റം ചുമത്തിയാണ് രാജാവിനെ ഗില്ലറ്റിന് ഉപയോഗിച്ച് പരസ്യമായി വധിച്ചത്. എന്തൊക്കെയാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഫലങ്ങൾ? നമുക്കറിയാം ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി, നമ്മുടെ ഭരണഘടനയിൽ എടുത്തിട്ടുള്ള, നമ്മുടെ ആമുഖത്തിലൊക്കെ പറയുന്ന സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന മുദ്രാവാക്യം ലോകമെങ്ങും വ്യാപിച്ചു. ഇത് നമ്മുടെ ഫ്രാൻസ് അങ്ങനെ ഒരു റിപ്പബ്ലിക്കായി മാറി. ഈ ഫ്രഞ്ചിൽ വിപ്ലവത്തിൽ നിന്നാണ് നമ്മളത് എടുത്തിട്ട് ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ. അതുപോലെ തന്നെ ഫ്യൂഡൽ സമ്പ്രദായം നിർത്തലാക്കി. വിപ്ലവത്തിന്റെ അസ്ഥിരതകൾക്കിടയിൽ സൈനിക തലവനായിരുന്ന നമുക്കറിയാം നെപ്പോളിയൻ ബോണപ്പാർട്ട് അധികാരമൊക്കെ കൈക്കലാക്കുന്നത്. ഇതൊക്കെ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ഇനി നമുക്കറിയാം ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. പല രീതിയിൽ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തെ അറിയപ്പെടാറുണ്ട്. നമുക്കറിയാം ഗ്ലോറിയസ് റെവല്യൂഷൻ അല്ലെ. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം എന്നത് 1688 രക്തച്ചൊരിച്ചിലില്ലാതെ നടന്ന ഒരു ഭരണമാറ്റമായതുകൊണ്ടാണ് ഇതിനെ ഏത് പേരിൽ വിളിക്കുന്നത്? രക്തരഹിത വിപ്ലവം. അപ്പോൾ 3 പേരിൽ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം എന്നും അതല്ലെങ്കിൽ ഗ്ലോറിയസ് റെവല്യൂഷൻ എന്നും രക്തരഹിത വിപ്ലവം എന്നൊക്കെ പറയുന്നു. 1688 മുതൽ 1689 വരെയുള്ള കാലഘട്ടത്തിലാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടന്നത്. എന്തായിരുന്നടേ ഈ വിപ്ലവത്തിന്റെ പ്രധാന കാരണം? ഇംഗ്ലണ്ടിലെ സ്റ്റുവർട്ട് രാജാവായിരുന്ന ജെയിംസ് രണ്ടാമന്റെ സ്വേച്ഛാധിപത്യ ഭരണവും കത്തോലിക്ക മതത്തോടുള്ള അദ്ദേഹത്തിന്റെ ആഭിമുഖ്യവുമാണ് വിപ്ലവത്തിന് കാരണമായി മാറി. എന്താണ് പ്രധാന കാരണം? ഇംഗ്ലണ്ടിലെ സ്റ്റുവർട്ട് രാജാവായിരുന്ന ജെയിംസ് രണ്ടാമന്റെ സ്വേച്ഛാധിപത്യ ഭരണം, അതുപോലെ തന്നെ കത്തോലിക്ക മതത്തോടുള്ള അദ്ദേഹത്തിന്റെ ആഭിമുഖ്യവുമാണ് വിപ്ലവത്തിന് കാരണമായത്. പ്രൊട്ടസ്റ്റന്റ് ഭൂരിപക്ഷമുള്ള ഇംഗ്ലണ്ടില് അക്കാലത്ത് ഇത് വലിയ പ്രതിഷേധങ്ങൾക്കൊക്കെ ഇടയാക്കി. പിന്നീട് ഭരണമാറ്റം ഉണ്ടാകുന്നുണ്ടല്ലേ. വിപ്ലവത്തിലൂടെ ഈ ജെയിംസ് രണ്ടാമൻ പുറത്താക്കപ്പെടുന്നുണ്ട്. പകരം അദ്ദേഹത്തിന്റെ മകളായ മേരിയെയും ഭർത്താവായ ഡച്ച് രാജകുമാരൻ വില്യം ഓഫ് ഓറഞ്ചിനെയും സംയുക്ത ഭരണാധികാരികളായിട്ട് പാർലമെന്റ് വാഴിക്കുന്നുണ്ട്. അപ്പോൾ ജെയിംസ് രണ്ടാമൻ പുറത്താക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ മകളായ മേരിയും അതുപോലെ തന്നെ ഡച്ച് രാജകുമാരൻ, അതായത് ഭർത്താവാണ് മേരിയുടെ ഭർത്താവായ
ഡച്ച് രാജകുമാരൻ വില്യം ഓഫ് ഓറഞ്ചിനെയും സംയുക്ത ഭരണാധികാരികളായി പാർലമെന്റ് വാഴിക്കുക. ഇതിനകത്ത് ഇംഗ്ലണ്ടിലെയും മഹത്തായ വിപ്ലവവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിന്റെ അധികാരങ്ങളൊന്നും അറിഞ്ഞിരിക്കണം. ഈ വിപ്ലവത്തോടെ മുമ്പ് രാജാവിനായിരുന്നു കൂടുതൽ അധികാരം. ഈ വിപ്ലവത്തോടെ രാജാവിനേക്കാൾ കൂടുതൽ അധികാരം ആർക്കാണെന്ന് ബോധ്യമായി സ്ഥാപിക്കപ്പെട്ടു, പാർലമെന്റ് ആണെന്ന്. അങ്ങനെ ഇംഗ്ലണ്ടിൽ ഭരണഘടനാപരമായ രാജവാഴ്ച നിലവിൽ വന്ന് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി. പാർലമെന്റ് പറയുന്നതിനനുസരിച്ചിട്ട് വേണം രാജാവ് കേൾക്കാനെന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ ബിൽ ഓഫ് റൈറ്റ്സ് എക്സാമിന് ചോദിക്കുക, ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ട ബിൽ ഓഫ് റൈറ്റ്സ് 1689 ബിൽ ഓഫ് റൈറ്റ്സ്. വിപ്ലവത്തിന് പിന്നാലെ ബ്രിട്ടീഷ് പാർലമെന്റ് 1689 പാസ്സാക്കിയതാണ് അവകാശ നിയമം, ബിൽ ഓഫ് റൈറ്റ്സ്. ഇത് ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും രാജാവിന്റെ അധികാരം പരിമിതപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ട് സഹായിച്ച ഒന്നാണ് അവകാശ നിയമം, ബിൽ ഓഫ് റൈറ്റ്സ് 1689. ഓക്കെ അല്ലേ, ബിൽ ഓഫ് റൈറ്റ്സ്. ഇനി നമുക്ക് ഇവിടെ 1688 ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. മഹത്തായ വിപ്ലവ കാലത്ത് ഇംഗ്ലണ്ടിലെ രാജാവ് ആരായിരുന്നു എന്നുള്ളത് ഇവിടെ എടുത്ത് പറയുന്നുണ്ട്. ഏതൊക്കെയോ ഒലിവർ ക്രോംവെൽ എന്ന് പറയുന്നുണ്ട്. ഓപ്ഷൻ ബി ചാൾസ് രണ്ടാമൻ. അതുപോലെ ഓറഞ്ചിലെ വില്യം എന്ന് പറയുന്നത് ആരാണെന്ന് അറിയാം, മേരിയുടെ, അതായത് ജെയിംസ് രണ്ടാമന്റെ മകളായ മേരിയുടെ ഭർത്താവായ ഡച്ച് രാജകുമാരനാണ് ഓറഞ്ചിലെ വില്യം. പക്ഷെ വിപ്ലവകാലത്തെ രാജാവ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ജെയിംസ് രണ്ടാമനാണ് അല്ലെ. ജെയിംസ് രണ്ടാമനാണ് വിപ്ലവകാലത്തെ രാജാവ്. നമുക്കറിയാം ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടക്കുന്ന 1688-89 കാലങ്ങളിലാണ് അല്ലെ. എന്നാൽ അതിന് തൊട്ട് മുമ്പ് ഈ ചാൾസ് രണ്ടാമൻ ആരാടെ, ഇംഗ്ലണ്ടിലെ സ്റ്റുവർട്ട് രാജവംശത്തിലെ പ്രധാനിയായ രാജാവായിരുന്നു ആര്, ചാൾസ് രണ്ടാമൻ. അദ്ദേഹത്തിന്റെ ഭരണകാലം 1660 മുതൽ 1685 വരെയാണ്. അദ്ദേഹത്തിന്റെ പിതാവായ ചാൾസ് ഒന്നാമനെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നുണ്ട്. ആ വധശിക്ഷയ്ക്ക് ശേഷം ഇംഗ്ലണ്ടിൽ നിലനിന്ന ഒലിവർ ക്രോംവെല്ലിന്റെ ഭരണത്തിന്, ഒലിവർ ക്രോംവെൽ ആയിരുന്നു അക്കാലത്ത് ഭരിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ പിതാവായ ചാൾസ് ഒന്നാമന്റെ വധശിക്ഷയ്ക്ക് ശേഷം ഒലിവർ ക്രോംവെല്ലിന്റെ ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ടാണ് ചാൾസ് രണ്ടാമൻ എന്ത് ചെയ്യുന്നത്, ഭരണത്തിൽ എത്തുന്നത്. രാജവാഴ്ചയുടെ പുനഃസ്ഥാപനം നടന്ന റെസ്റ്റോറേഷൻ നടന്നതാണ് അധികാരമേറ്റതിനു ശേഷം, ചാൾസ് രണ്ടാമൻ അധികാരമേറ്റതിനു ശേഷം. 1660 അദ്ദേഹം അധികാരമേറ്റതിനെ ഇംഗ്ലീഷ് ചരിത്രത്തിലെ റെസ്റ്റോറേഷൻ, എന്താണ് പറയുന്നത്, റെസ്റ്റോറേഷൻ എന്നാണ് വിളിക്കുന്നത്. അതായത് രാജവാഴ്ചയുടെ പുനഃസ്ഥാപനം എന്നാണ്. ജനങ്ങൾക്കിടയിൽ വളരെ ജനപ്രിയനായതിനാൽ അദ്ദേഹത്തെ എക്സാമിന് ചോദിക്കാം മെറി മൊണാർക്ക്. അദ്ദേഹം വളരെ ജനപ്രിയനായിരുന്നു ജനങ്ങൾക്കിടയിൽ. മെറി മൊണാർക്ക് എന്ന് വിളിച്ചിരുന്ന ആരാണ്, ചാൾസ് രണ്ടാമനാണ്. എന്താണ് വിളിച്ചിരുന്നത്, മെറി മൊണാർക്ക്, ചാൾസ് രണ്ടാമൻ. അതുപോലെ തന്നെ തൻ്റെ പിതാവിനെ പോലെ തന്നെ പിതാവ് പാർലമെന്റുമായിട്ട് ഏറ്റുമുട്ടത്തില്ല. പാർലമെന്റുമായി നേരിട്ട് ഏറ്റുമുട്ടാതെ നയതന്ത്രപരമായ നീക്കങ്ങളിലൂടെ അധികാരം നിലനിർത്താൻ ശ്രമിച്ച വ്യക്തിയായിരുന്നു, രാജാവായിരുന്നു ചാൾസ് രണ്ടാമൻ. അതുപോലെ തന്നെ അദ്ദേഹം പ്രൊട്ടസ്റ്റന്റ് ആയിരുന്നു. ഔദ്യോഗികമായ ഒരു പ്രൊട്ടസ്റ്റന്റ് ആയിരുന്നെങ്കിലും കത്തോലിക്ക വിശ്വാസത്തോടായിരുന്നു അദ്ദേഹം എന്ത് ചെയ്തത്, ചാൾസ് രണ്ടാമൻ ആഭിമുഖ്യം പുലർത്തിയിരുന്നത്. ഇദ്ദേഹത്തിന്റെ ഭരണകാലത്തിനായിരുന്നു ലണ്ടനിലെ, നിങ്ങൾക്കറിയാം, ഭീകരമായ പ്ലേഗ് 1665. അതുപോലെ ഈ ലണ്ടനിലെ വൻ തീപിടുത്തം 1666 ഇതൊക്കെ ഉണ്ടായത്. അതുപോലെ തന്നെ ഈ ചാൾസ് രണ്ടാമന്റെ കാലത്താണ് എക്സാമിന് ഒരുപക്ഷെ ചോദിക്കാം ഹേബിയസ് കോർപ്പസ് ആക്ട് 1679, വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിനായിട്ടുള്ള സുപ്രധാന നിയമം. ഹേബിയസ് കോർപ്പസ് ആക്ട് പാസ്സാക്കിയത് ചാൾസ് രണ്ടാമന്റെ കാലത്താണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കാലത്ത് രൂപപ്പെട്ട 2 രാഷ്ട്രീയ പാർട്ടികളുണ്ട്, വിഗ്, ടോറി എന്നൊക്കെ പറയുന്നത്. അദ്ദേഹത്തിന് നിയമപരമായിട്ട് മക്കളില്ല. ചാൾസ് രണ്ടാമന് നിയമപരമായിട്ട് മക്കളില്ലായിരുന്നു. ഈ മക്കളില്ലാത്ത കാലത്താണ് അദ്ദേഹത്തിന്റെ സഹോദരനായ ജെയിംസ് രണ്ടാമൻ പിന്നീട് ചാൾസ് രണ്ടാമന് ശേഷം അധികാരം ഏൽക്കുന്നത്.
ഓക്കെ. അപ്പോൾ ചാൾസ് രണ്ടാമന്റെ കാലത്ത് രൂപപ്പെട്ട രണ്ട് രാഷ്ട്രീയ പാർട്ടികളാണ് വിഗ്സും ടോറിയും. അതും കൂടി ഇതിനോടൊപ്പം തന്നെ ഒന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ ആ വിഗ് അഥവാ അതുപോലെ ടോറി, ഈ ജെയിംസ് രണ്ടാമന്റെ സഹോദരൻ, അതായത് ചാൾസിന്റെ സഹോദരൻ, പിന്തുടർച്ചാവകാശത്തെ ചൊല്ലിയുള്ള തർക്കമാണ് ഈ രാഷ്ട്രീയ പാർട്ടികളെ രൂപം കൊള്ളുന്നതിലേക്ക് നയിച്ചത്. ഏതൊക്കെയാ? വിഗും ടോറിയും. വിഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെയിംസ് രണ്ടാമൻ കത്തോലിക്ക വിശ്വാസിയായതുകൊണ്ട് അദ്ദേഹം രാജാവാകുന്നതിനെ എതിർത്ത രാഷ്ട്രീയ പാർട്ടിയാണ് വിഗുകൾ. ഇവരുടെ ആദർശം എന്ന് പറയുന്നത് പാർലമെന്റിന് രാജാവിനേക്കാൾ കൂടുതൽ അധികാരം വേണമെന്നും വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കണമെന്നൊക്കെ വാദിച്ചവരാണ് വിഗുകൾ. അതുപോലെ തന്നെ കച്ചവടക്കാർ, വ്യവസായികള്, പ്രൊട്ടസ്റ്റ് മതവിശ്വാസികൾ എന്നിവരായിരുന്നു ഇവയുടെ പ്രധാന അനുയായികൾ. ആരുടെ? വിഗുകളുടെ. കച്ചവടക്കാര്, വ്യവസായികള്, പ്രൊട്ടസ്റ്റ് മതവിശ്വാസികൾ. ഇനി അതുപോലെ തന്നെ ടോറികൾ. ഇവിടെ ശ്രദ്ധിക്കണം, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ഇതെല്ലാം കേൾക്കുമ്പോഴേ. ടോറീസ് രാജവാഴ്ചയുടെ പാരമ്പര്യത്തിൽ, മറ്റൊരാണെങ്കിൽ പാർലമെന്റിലാണ് വിശ്വസിച്ചിരുന്നത്. ആര്? വിഗുകള്. പാർലമെന്റിന് രാജാവിനേക്കാൾ കൂടുതൽ അധികാരം വേണമെന്ന് വിഗുകൾ പറഞ്ഞു. എന്നാൽ ടോറികളാണെങ്കിൽ രാജവാഴ്ചയുടെ പാരമ്പര്യത്തിൽ വിശ്വസിക്കുകയും ഇവർ ജെയിംസ് രണ്ടാമൻ രാജാവാകുന്നതിനെ പിന്തുണയ്ക്കുകയും ചെയ്തു, ചാൾസ് രണ്ടാമന് ശേഷം. അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ രാജാവിന്റെ ദൈവികമായ അധികാരത്തിന്, അതായത് ഡിവൈൻ റൈറ്റ് ഓഫ് കിങ്സ്, ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ പരമാധികാരത്തിലും വിശ്വസിച്ച രാഷ്ട്രീയ പാർട്ടികളാണ് ടോറികൾ. പാർലമെന്റിനേക്കാൾ അധികാരം രാജാവിനാണെന്ന് ഇവർ വാദിക്കുകയും ഇവരുടെ പിന്തുണ ഭൂപ്രഭുക്കന്മാരും യാഥാസ്ഥിക വിശ്വാസികളുമായിരുന്നു ഇവരുടെ പിന്തുണ. ഈ രണ്ട് വിഭാഗങ്ങളും തമ്മിലുള്ള തർക്കമാണ് പിന്നീട് നമ്മുടെ 1688 മുതൽ 89 വരെ നടന്ന ഗ്ലോറിയസ് റെവല്യൂഷൻ, അല്ലേ, മഹത്തായ വിപ്ലവത്തിലേക്ക് നയിച്ചത്. ഇവിടെ വിപ്ലവാനന്തരം വിഗുകളാണ്, അതായത് പാർലമെന്റിന് പിന്തുണയുള്ള വിഗുകളാണ്, പാർലമെന്റിന് രാജാവിനേക്കാൾ കൂടുതൽ അധികാരം വേണമെന്ന് വാദിച്ച വിഗുകളാണ് എന്ത് ചെയ്ത് ശക്തരായത്. അങ്ങനെ അവരാണ് ഇംഗ്ലണ്ടിലെ പാർലമെന്ററി ജനാധിപത്യം ഉറപ്പാക്കുകയൊക്കെ ചെയ്തത്. ഓക്കെ അല്ലേ? നമ്മള് ബ്രിട്ടീഷ് ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമമായ ഹേബിയസ് കോർപ്പസ് ആക്ട്, അല്ലെ, ആ ഹേബിയസ് കോർപ്പസ് ആക്ടിനെ കുറിച്ച്, ഈ ഹേബിയസ് കോർപ്പസ് ആക്ട് ചാൾസ് രണ്ടാമൻ രാജാവിന്റെ ഭരണകാലത്ത് നടപ്പിലാക്കിയതാണ് ഹേബിയസ് കോർപ്പസ് ആക്ട് എന്നറിയാം. ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പഠിച്ചിട്ടുണ്ട്, നമ്മുടെ റിട്ടുകളൊക്കെ പഠിക്കാറുണ്ട്. ലാറ്റിൻ പദമാണ് ശരീരം ഹാജരാക്കുക എന്നുള്ളതാണ്, അല്ലെ, പ്രൊഡ്യൂസ് ദ ബോഡി. ഒരു വ്യക്തിയെയും മതിയായ കാരണമില്ലാതെ ദീർഘകാലം തടവിൽ വെക്കാൻ പാടില്ല. അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ നിശ്ചിത സമയത്തിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കണമെന്ന വ്യവസ്ഥ ചെയ്യുന്ന നിയമമാണ് 1679 ചാൾസ് രണ്ടാമൻ രാജാവിന്റെ ഭരണകാലത്ത് ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ഹേബിയസ് കോർപ്പസ് ആക്ട്. അതായത് കോടതിയുടെ അധികാരം, ഒരാളെ തടവിലാക്കിയത് നിയമപരമാണോ എന്ന് പരിശോധിക്കാൻ കോടതിക്ക് അധികാരമുണ്ട് എന്ന് പ്രസ്താവിക്കുന്നു. അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് കണ്ടാൽ ആ വ്യക്തിയെ ഉടൻ തന്നെ മോചിപ്പിക്കാൻ കോടതിക്ക് ഉത്തരവിടാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ ഭരണകൂടത്തിന്റെയോ രാജാവിന്റെയോ സ്വേച്ഛാധിപത്യപരമായ അറസ്റ്റുകളിൽ നിന്ന് സാധാരണ പൗരന്മാർക്ക് സംരക്ഷണം നൽകുന്ന ഒന്നാണ് ഏത്? ഹേബിയസ് കോർപ്പസ്. നമ്മുടെ ഇന്ത്യ ഇന്നും എന്ത് ചെയ്യുന്നുണ്ട്? ജനാധിപത്യ രാജ്യങ്ങളുടെ ഭരണഘടനകളിൽ, ഇന്ത്യ ഉൾപ്പെടെ മറ്റ് ജനാധിപത്യ രാജ്യങ്ങളുടെ ഭരണഘടനയിൽ പൗരന്റെ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കാൻ എന്ത് പ്രയോജനപ്പെടുത്താറുണ്ടേ? റിട്ട് പ്രയോജനപ്പെടുത്താറുണ്ടല്ലേ? ഏത് റിട്ടാണ്? ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന റിട്ട്. ഓക്കെ അല്ലേ? ഇനി അതുപോലെ തന്നെ ഇവിടെ നോക്കിയ ഓപ്ഷൻ എയിലെ ഒലിവർ ക്രോംവെലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് ചരിത്രത്തിലെ ഏറ്റവും കരുത്തനായ സൈനിക രാഷ്ട്രീയ നേതാവായിരുന്നിടെ ആര്? ഒലിവർ ക്രോംവെൽ. ഇംഗ്ലണ്ടിലെ രാജവാഴ്ച താത്കാലികമായി അവസാനിപ്പിച്ച, അതായത് ചാൾസ് ഒന്നാമന്റെ രാജവാഴ്ച
താത്കാലികമായി അവസാനിപ്പിച്ച ഒരു റിപ്പബ്ലിക് ഭരണം സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ് ഒലിവർ ക്രോംവെൽ. ഇംഗ്ലീഷ് ആഭ്യന്തര യുദ്ധം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചാൾസ് ഒന്നാമൻ രാജാവും പാർലമെന്റും തമ്മിലുണ്ടായ യുദ്ധത്തിൽ പാർലമെന്റ് സൈന്യത്തിന്റെ, അതായത് റൗണ്ട് ഹഡ്സ് എന്നാണ് പറയുന്നത്, പ്രധാന കമാൻഡർ ആയിരുന്നു ആര്? ഒലിവർ ക്രോംവെൽ. ഇദ്ദേഹം രൂപീകരിച്ച ഒരു പട്ടാള സംഘടനയുണ്ട്. എക്സാമിന് ചോദിക്കാൻ ന്യൂ മോഡൽ ആർമിയാണ്. ന്യൂ മോഡൽ ആർമി ഈ ചാൾസ് ഒന്നാമൻ രാജാവും പാർലമെന്റിന് നേതൃത്വം നൽകിയ ഒലിവർ ക്രോംവെലിന്റെ നേതൃത്വത്തിലുള്ള ആൾക്കാരും വ്യക്തികളും തമ്മിലുണ്ടായ യുദ്ധത്തിൽ, അതായത് ന്യൂ മോഡൽ ആർമിയാണല്ലോ ഒലിവർ ക്രോംവെൽ സ്ഥാപിച്ചത്. ആ യുദ്ധത്തിൽ ഒലിവർ ക്രോംവെല്ലിന്റെ പാർട്ടി അല്ലെങ്കിൽ ആ സംഘടന എന്ത് ചെയ്ത്? ആ ആർമി വിജയം നേടുകയാണ്. അങ്ങനെ യുദ്ധത്തിൽ പരാജയപ്പെട്ടു. ആര്? ചാൾസ് ഒന്നാമൻ പരാജയപ്പെടുകയും അദ്ദേഹത്തെ വിചാരണ ചെയ്യാനും 1649 വധശിക്ഷയ്ക്ക് വിധേയനാക്കാനും ക്രോംവെൽ നേതൃത്വം നൽകുന്നുണ്ട്. ഒലിവർ ക്രോംവെൽ. അങ്ങനെ ഇംഗ്ലണ്ടിലെ ചാൾസ് ഒന്നാമന്റെ വധത്തോടു കൂടി എന്ത് ചെയ്യാണ്? രാജവാഴ്ച അവസാനിച്ചു. അതുപോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ലോർഡ് പ്രൊട്ടക്ടർ. കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. ലോർഡ് പ്രൊട്ടക്ടർ 1653 മുതൽ 1658 മരിക്കുന്നത് വരെ ഈ ഒലിവർ ക്രോംവെൽ ലോർഡ് പ്രൊട്ടക്ടർ എന്ന പദവിയിൽ ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്, അയർലൻഡ് എന്നീ രാജ്യങ്ങള് ഭരിച്ചു. ആര്? ഒലിവർ ക്രോംവെൽ. അദ്ദേഹം ഒരു സ്വേച്ഛാധിപതിയെ പോലെയാണ്, പാർലമെന്റ് വഴി വന്ന ആളാണെങ്കിൽ പോലും സ്വേച്ഛാധിപതിയെ പോലെയാണ് രാജ്യം ഭരിച്ചത്. അപ്പൊ ലോർഡ് പ്രൊട്ടക്ടർ എന്ന് അറിയപ്പെടുന്ന ഒലിവർ ക്രോംവെൽ ആണ്. ഓക്കെ അല്ലേ? ഇദ്ദേഹത്തിന്റെ ഭരണരീതി എന്ന് പറയുന്നത് തന്നെ കടുത്ത പ്യൂരിറ്റിൻ വിശ്വാസിയായിരുന്നു അദ്ദേഹം. കടുത്ത അച്ചടക്കമുള്ള ഭരണമായിരുന്നു കാഴ്ചവെച്ചത്. വിനോദങ്ങൾക്കും തിയേറ്ററുകൾക്കും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. അപ്പൊ അതിന് അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷമാണ് 1660 എന്ത് ചെയ്ത്? ചാൾസ് രണ്ടാമൻ അധികാരമേകുന്നത്. വീണ്ടും രാജവാഴ്ച പുനഃസ്ഥാപിക്കുക. അതിനെ കുറിച്ച് നമ്മൾ പഠിച്ചു, റെസ്റ്റോറേഷൻ. അപ്പോൾ ഓക്കെ അല്ലേ? അപ്പോൾ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തെ കുറിച്ച് കുറേയധികം കാര്യങ്ങൾ മനസ്സിലാക്കി. കുറച്ച് കൺഫ്യൂസിങ് ഫാക്ട്സ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് അതൊന്ന് നന്നായിട്ട് കേട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇതിന്റെ കണ്ടിന്യൂസ് ക്ലാസ്, വേൾഡ് ഹിസ്റ്ററിയുടെ കണ്ടിന്യൂസ് ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇനിയുള്ള എല്ലാ തരത്തിലുള്ള എക്സാമിനും പ്രയോജനം ചെയ്യും. ഓക്കെ, ബൈ, ടേക്ക് കെയർ.